പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവും അനിയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു കാഴ്ച നമ്മുടെ വേണു ഫോണിൽ പകർത്തിയെടുക്കുകയാണ്. അത് വീഡിയോ എടുത്തിട്ട് അനാമികയ്ക്ക് സഹായമാവുമെന്ന് കരുതിയിട്ട് അതൊരു ആയുധമാക്കി എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അനിക്കും നന്ദുവിനും എതിരായിട്ടുള്ളൊരു പ്രധാന ആയുധമാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ആ വീഡിയോ. അങ്ങനെ ആ വീഡിയോയുമായിട്ട് നേരെ വേണു ചെല്ലുന്നത് അനന്തപുരിയിലോട്ടാണ്. എന്നിട്ട് എല്ലാവരെയും വിളിച്ച് കൂട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ദേവയാനിയൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ല ഞങ്ങളെല്ലാവരെയും ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എന്തിനാണ്, വേഗം പറ, അല്ലെങ്കിൽ നമ്മൾ അനിയെ കാണാത്തതിൻ്റെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത്, നിങ്ങൾക്കൊക്കെ അനിയെ കാണാതിരിക്കുന്നത് വലിയ സങ്കടമായിരിക്കും, പക്ഷേ അവനൊക്കെ ആസ്വദിക്കുകയാണ്, അവനെ ആഘോഷിക്കുകയാണ്, അവന് മറ്റാരുടെയും സങ്കടമൊന്നും പ്രശ്നമല്ലല്ലോ, അതുകൊണ്ടാണല്ലോ എൻ്റെ മോളെ അവന് മൈൻഡ് ചെയ്യാത്തത്, ഇങ്ങനെയുള്ളൊരു സങ്കടം അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെന്താ ഈ പറയുന്നത്, നിങ്ങളുടെ മരുമകനെയല്ലേ കാണാതിരുന്നത്, അവൻ പോയതിൽ നിങ്ങൾക്കൊന്നും സങ്കടമില്ല എന്നൊക്കെ പറയുകയാണ്. ആ സങ്കടം കൊണ്ട് ഇറങ്ങിയതായിരുന്നു, അതുകൊണ്ടാണ് ഈ കാഴ്ച കാണാൻ പറ്റിയത്. എൻ്റെ മോളെ അവനെ പൊട്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തറവാട്ടിലെ മൂത്ത മരുമകൾ എന്നൊക്കെ പറഞ്ഞൊരു സ്ഥാനം കൊടുത്തവളുണ്ടല്ലോ, അവൾ കാരണമാണ് എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി തീർന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, നിങ്ങൾ എന്തുദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, വെറുതെ ഓരോന്ന് പറയുകയാണോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ വെറുതെ പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കുമായിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് ആ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അനാമികയും കരയുന്നതായിട്ട് അഭിനയിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലായിരുന്നു അവൻ്റെ പോക്ക് കണ്ടിട്ട്, ഇപ്പോൾ അവൻ്റെ മനസ്സിൽ നിറയെ അവളാണ്, അവൻ്റെ മനസ്സ് മുഴുവൻ പിടിച്ചു വച്ചിരിക്കുകയാണ് അവൾ, പിന്നെ എങ്ങനെയാണ് എന്നെ സ്നേഹിക്കുക, ഇതെല്ലാവരോടും എത്ര തവണ ഞാൻ പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളക്കരച്ചിൽ കരയുന്നുണ്ട് അനാമിക. അതേസമയം നമ്മുടെ നയനയാണെങ്കിൽ അത് കണ്ടിട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം നന്ദു ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സങ്കടം കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ബോധ്യമായല്ലോ അനിയത്തിയെ വഴി പഴച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ്, നിങ്ങളല്ലേ പറഞ്ഞിരുന്നത് അവളെ പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനത്തെ കാര്യത്തിലൊന്നും അനിയെ കാണാനൊന്നും അവൾ പോകത്തില്ല എന്നൊക്കെ പറയാറുള്ളത്, അതൊക്കെ പച്ചക്കള്ളമല്ലേ, ഈ വീഡിയോയിൽ കാണുന്നതാണ് യഥാർത്ഥ സത്യം, അവർ കൂടുതൽ അടുത്ത് കഴിഞ്ഞു, അതാണല്ലോ ഇങ്ങനെയൊക്കെ ഒരു നടുറോട്ടിൽ നിൽക്കാൻ കഴിയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, ഇതിലും അനിയാണ് അവളുടെ പിന്നാലെ നടക്കുന്നത്, അല്ലാതെ അവൾ അവൻ്റെ പിന്നാലെ നടക്കത്തൊന്നുമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത്, പിന്നെയാണോ ഈ വീഡിയോയിൽ കാണുന്ന കാഴ്ച, ഇങ്ങനെയൊക്കെ അവൾ നിന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെ ഇടക്കിടക്ക് കാണലും സംസാരിക്കലും ഒക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നയനയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ അരിച്ചു വരുന്നുണ്ട്. അങ്ങനെ ദേവയാനി വന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് അവളോട് കൂടുതൽ ഇഷ്ടമായി പോയെങ്കിൽ തന്നെ അത് നിങ്ങളുടെ മകളുടെ കുഴപ്പമാണ്, മകള് മര്യാദയ്ക്ക് ഭർത്താവിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, പിന്നെ സ്നേഹം കിട്ടുന്നിടത്തേക്ക് ആരായാലും ചാഞ്ചാടുമല്ലോ, അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഇത് ജാനകിക്ക് അതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തി എന്തൊക്കെയായി പറയുന്നത്, അങ്ങനെ സ്നേഹം കൊടുക്കാത്തവളാണ് എൻ്റെ മരുമകൾ എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അതിനെന്താ സംശയം, അത് തന്നെയാണ്. പിന്നെ ഈ മരുമകളെ അത്രയ്ക്കൊന്നും വിശ്വസിക്കേണ്ട, ഇതുപോലുള്ള വീഡിയോസ് വേറെയും ഇറങ്ങാതെ നോക്കിക്കോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ദേവയാനി. ഇത് കേട്ടപ്പോൾ നമ്മുടെ അനാമിക ഒന്ന് ഞെട്ടി. അപ്പോൾ ഇത് കേട്ടിട്ടോ, ഇനിയിപ്പോൾ നിങ്ങളുടെ മക്കളെ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ഇനിയിപ്പോൾ വെള്ളം പൂശാൻ വേണ്ടിയിട്ട് എൻ്റെ മകളെയാണോ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിലൊക്കെ വേണു മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ നാന പറയുന്നുണ്ട്, എന്തായാലും ഇതിനൊരു പരിഹാരം ഞാൻ കാണും, അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല. പിന്നെ അനാമികയെ ആരും വല്ല സപ്പോർട്ട് ചെയ്തൊന്നും സംസാരിക്കേണ്ട, അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയന അവിടെ നിന്ന് കയറി പോവുകയാണ്. നയന പറയുന്നത് കേട്ടിട്ട് നമ്മുടെ വേണുവിന് ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്, ഇനി വല്ല തെളിവും ഇവൾക്ക് കിട്ടിയോ എന്നൊക്കെ ആലോചിച്ച്.